വർഷത്തിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അറഫ ദിവസമാണ്. ആ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനം കൊണ്ടും ഭൂമിയിലുള്ളതായ മുഅ്മിനീങ്ങളെ കൊണ്ട് അറഫയിൽ ഒരുമിച്ച് കൂടിയ ഹാജിമാരെ കൊണ്ട് വാനലോകത്തിലുള്ള മാലാഖമാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഉൻദുറൂ ഇലാ ഇബാദി شعثا غبرا جاءوني من كل فج عميق وأذن في الناس بالحج يأتوك على كل ضامر في كل حج عميق فج عميق. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് നൽകിയ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ ലബ്ബൈക്കിന്റെ അർത്ഥങ്ങളെ ഞാൻ നിങ്ങളുടെ വിശദീകരണം കേട്ടാൽ വഹദാനിയത്തിന്റെ 1000 നേരായ വാക്കുകൾ ഉൾക്കൊള്ളുന്ന ആ വഹദാനിയത്തിന്റെ വാക്കുകളെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരെ കാണിച്ചുകൊണ്ട് എന്റെ അടിമകളിലേക്ക് മാലാഖമാരെ നിങ്ങൾ നോക്കും, അവർ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു, അറഫയിൽ എത്തിയിരിക്കുന്നു, എന്റെ അതിഥികളായിട്ട് പൊടികൾ പാറി പറന്നവരായ നിലയിൽ, പൊടി പഠനങ്ങൾ പിൻപറ്റിയതായ നിലയിൽ ലോകത്തിന്റെ മുഖങ്ങളിൽ നിന്നും എന്നെ ലക്ഷ്യമാക്കി വന്നിരിക്കുന്നു. അവരുടെ ലക്ഷ്യം എന്താണ്? അവരുടെ ആഗ്രഹം എന്താണ്? അവരുടെ ലക്ഷ്യം എന്റെ റഹ്മത്താണ്. എന്റെ റഹ്മത്ത് സർവ്വ വസ്തുക്കളിലും വ്യാപകമാണ്. എന്റെ ശിക്ഷയെ അവർ എന്നോട് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലം യുറ യൗമൻ അക്സറ ഉദ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫത. അറഫ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെ അധികാരാക്കുന്നത് പോലെ മറ്റൊരു ദിവസത്തിലും സ്വർഗ്ഗത്തിന്റെ അധികാരാക്കുന്ന വേറെ ഒരു ദിവസവും ലോകത്തിലില്ല, ലോകത്തിന്റെ വർഷങ്ങളില്ല, ലോകത്തിന്റെ മൈതാനികളില്ല. ലോക സമ്മേളനമാകുന്ന ഇന്ത്യൻ രാജ്യത്തിന്റേത് മാത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധേയ കേന്ദ്രങ്ങളെ അതിഥികളായി വിളിച്ചു വരുത്തിക്കൊണ്ട് എന്റെ അടിമകൾ അവർ ലക്ഷങ്ങൾ മുടക്കി, എത്ര കോടികളാണ്, എത്ര മില്യൺ കോടികളാണ് അറഫയുടെ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ലോകത്തിന് വിളിക്കപ്പെടുന്നത്. സൗദി ഗവൺമെന്റ് മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് വരുന്ന ഹാജിമാർ അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുന്നത് മില്യൺ ഡോളറുകളാണെങ്കിൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദാസന്മാരെ നോക്കിക്കൊണ്ട് മാലാഖമാരോട് അഭിമാനം കൊള്ളുന്ന ദിവസമാണ്. അല്ലാഹുവിന്റെ ഈ പരിശുദ്ധമായ ഈ ദിവസത്തെ ബഹുമാനിക്കാം.